പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം നാളെ ആരംഭിക്കും. റഷ്യൻ ഫെഡറേഷൻ യോഗത്തിന്റെ ഭാഗമായാണ് മോസ്കോ സന്ദർശനം. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനത്തിനായി ഒരുങ്ങുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഒരു വിദേശ സന്ദർശനം വീണ്ടും ഉണ്ടാകുന്നത്. വിദേശ സന്ദർശനം നാളെ റഷ്യയിലേക്ക് തിരിക്കും. നാളെ വൈകുന്നേരത്തോടെ റഷ്യയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ വായിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും റഷ്യൻ ഫെഡറേഷൻ്റെ 22ാം സമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി റഷ്യയിലെത്തുന്നത്. റഷ്യൻ ഫെഡറേഷൻ്റെ ഭാഗമായുള്ള നിരവധി ചർച്ചകളുണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം, ഇന്ന് വാർത്താ പ്രാധാന്യം നേടിയൊരു വിഷയമെന്ന് പറയാവുന്നത് റഷ്യയിലെ ഇന്ത്യയുടെ അംബാസഡർ പറഞ്ഞ ചില വാക്കുകളാണ്. വിനയ് കുമാർ പറഞ്ഞ കൃത്യമായ ചില നിഗമനങ്ങളുണ്ട്, നീക്കങ്ങളുണ്ട്. അക്കാര്യത്തിൽ ചില അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. അത് യുക്രൈൻ വിഷയവും കൂടിയായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് യുക്രൈൻ വിഷയത്തിലെ ഒരു അന്താരാഷ്ട്ര ഇടപെടലിൻ്റെ സാധ്യത, മോദിയുടെ ഇടപെടലിൻ്റെ സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ഈ പരാമർശത്തിനും ഈ യാത്രയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം ഇന്ത്യ റഷ്യയുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാണിജ്യം സംബന്ധിച്ചാണ്. അതായത് ഈ കച്ചവട സംബന്ധമായ രീതികൾ, വാണിജ്യ ബന്ധങ്ങളിൽ ശക്തമായൊരു ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു ഡെഫിസിറ്റായി തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇംബാലൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിറാമിക്സ്, അതുപോലെ തന്നെ അനുബന്ധമായ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം തന്നെ നിർമ്മിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വിപണനം എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുക എന്ന ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്കുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യമാണ് റഷ്യൻ സാങ്കേതികവിദ്യ. മിഗ് വിമാനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മിഗ് വിമാനങ്ങളുടെ പാർട്സ് ലഭിക്കാതിരിക്കുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ അലോയിൽ നിർമ്മിക്കുന്ന പാർട്സുകളെല്ലാം തന്നെ ലഭ്യമാകാതാകുന്നത് വലിയൊരു പ്രശ്നമായി തന്നെ മിഗ് വിമാനങ്ങളുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പശ്ചാത്തലം വന്നപ്പോൾ ഈ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഭാരതത്തിൽ നിർമ്മിക്കുക, മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായൊക്കെ ഭാരതത്തിൽ നിർമ്മിക്കുക, അപ്പോൾ റഫേൽ വിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ നിർമ്മിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നതിനനുസരിച്ചുള്ള ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റം നടത്തുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നത് പോലെ മിഗ് വിമാനങ്ങളുടെയും അതുപോലെ തന്നെ ഭാരതം ഉപയോഗിക്കുന്ന റഷ്യയുടെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത സൈനിക സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ഘടക ഉൽപ്പന്നങ്ങൾ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഡിഫൻസ് രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഡിഫൻസ് നിർമ്മാണ രംഗത്ത് ഭാരതത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതാണ്. മറ്റൊരു പ്രധാന വിഷയം, ഏറെ ഭാവനാസമ്പന്നമായ ഒരു വിഷയം, ആർട്ടിക് മേഖലയിലൂടെ സീ റൂട്ട് കണ്ടെത്തുക. ആ സീ റൂട്ടിലൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാനുള്ള ആർട്ടിക് മേഖല, അതായത് ഉത്തരാർദ്ധഗോളത്തിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗങ്ങളിലൂടെയുള്ള ഉത്തര ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന കടൽ പ്രദേശങ്ങളിലൂടെ സമുദ്ര യാത്ര സാധ്യമാക്കുക, അതുവഴി വലിയ എക്സ്പോർട്ടിനുള്ള സാധ്യതകൾ തുറക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് പാത, അതുപോലെ തന്നെ യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്നത് പോലെ മറ്റൊരു സുപ്രധാനമായ കോറിഡോറിൻ്റെ ചർച്ചകൾ കൂടി തുടങ്ങി വയ്ക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിഗണിക്കപ്പെടുന്നത്. ഐസൻ, മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ലോകോത്തരമായി നിരവധി വിഷയങ്ങൾ വേറെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഉരുത്തിരിയാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങളൊക്കെ തന്നെയും വളരെയധികം ഒരുപക്ഷെ ലോക സമാധാനത്തെ ബാധിച്ചേക്കാവുന്ന വിഷയങ്ങളിലും ഇരു നേതാക്കളും ചർച്ചകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായും ഇരു നേതാക്കളും ഇക്കാര്യത്തിൽ ഒരു പരാമർശിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയങ്ങളെ തൊട്ടുകൊണ്ടുപോകുന്ന ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ മധ്യസ്ഥരാകുന്നത് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തും എന്നീ രാജ്യങ്ങളുമാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ നേരിട്ടുള്ള ഇടപെടൽ നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും, അതായത് ഭാരതത്തിനും അതുപോലെ തന്നെ റഷ്യയ്ക്കും താരതമ്യേന കുറവാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നതും ഹമാസുമായി ചർച്ചകൾ നടത്തുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത് ഖത്തറും ഈജിപ്തും അതുപോലുള്ള രാജ്യങ്ങളുമാണ്. സ്വാഭാവികമായും ആ പ്രശ്നങ്ങളുടെ ഒരു ഇടപെടൽ ഏത് രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച നയപരമായ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമെന്നല്ലാതെ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മറ്റൊരു വിഷയം, റഷ്യ ഭാഗമായ യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ചില താല്പര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് ഭാരതത്തിൽ നിന്നും ചിലരെ കൊണ്ടുപോയി, അതായത് കേരളത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടെ കൊണ്ടുപോയി
റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർത്തിരിക്കുന്നു, യുക്രൈനെതിരെ സമരം ചെയ്യുന്ന കൂലിപ്പട്ടാളത്തിൽ ചേർത്തിരിക്കുന്നു. അത്തരത്തിൽ കൂലിപ്പട്ടാളത്തിൽപ്പെട്ട മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ, നിരവധിയായ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തീർച്ചയായും യുക്രൈൻ യുദ്ധം ഭാരതത്തിൻ്റെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറുന്നത്. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സ്റ്റേക്കുണ്ട്, അതിന് ഉത്തരവാദിത്വമുണ്ട്. ഭാരത പൗരന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന് ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര നിലപാടുകളുടെ ഭാഗമായി ചില നീക്കങ്ങൾ നടത്തേണ്ടതുമുണ്ട്. എന്നീ വിഷയങ്ങളെല്ലാം തന്നെ അതിൽ ഉരുത്തിരിയുന്നതുകൊണ്ട് അക്കാര്യത്തിൽ ചർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം വളരെ ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മുൻഗണന ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിനുണ്ടാകില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്.